ടർക്കിഷ് അധോലോക സംഘങ്ങളുടെ കുടിപ്പകയിൽ ജീവിതം ദുരിതത്തിലായത് 9 വയസ്സ് മാത്രമുള്ള ഒരു പാവം മലയാളി പെൺകുട്ടിക്കാണ്. ലണ്ടൻ ഡാൾസ്റ്റണിലെ റെസ്റ്റോറന്റിൽ നടന്ന വെടിവെപ്പിലായിരുന്നു ഉന്നം തെറ്റിയ വെടിയുണ്ടയേറ്റ് ഈ കുരുന്നിന് സാധാരണ ജീവിതം നഷ്ടമായത്. ഇപ്പോൾ ഈ വെടിവെപ്പിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. മോട്ടോർ ബൈക്കിലെത്തിയ ആക്രമി റെസ്റ്റോറന്റിലുണ്ടായിരുന്നവർക്ക് നേരെ വെടിയുതിർക്കുകയും ഭയന്നുപോയ ആളുകൾ ജീവനരക്ഷിക്കാനായി മേശകൾക്കടിയിലും മറ്റും ഒളിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വെടിയുതിർത്തതിനു ശേഷം അക്രമി മോഷ്ടിച്ച ഡുക്കാറ്റി മോൺസ്റ്റർ മോട്ടോർ ബൈക്കിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. സ്വന്തം കുടുംബത്തിനൊപ്പം ഐസ്ക്രീം കഴിക്കാൻ റെസ്റ്റോറന്റിൽ വന്ന പെൺകുട്ടിയുടെ ശിരസിലേക്കായിരുന്നു കുടിപ്പകയുടെ വെടിയുണ്ടകൾ അന്ന് വഴിതെറ്റി കയറിയത്. ബിർമിംഗ്ഹാമിൽ താമസിക്കുന്ന മലയാളി കുടുംബം ലണ്ടൻ സന്ദർശിക്കാൻ എത്തിയപ്പോഴായിരുന്നു ജീവിതം തന്നെ മാറ്റിമറിച്ച ഈ ദുരന്തം ഉണ്ടായത്. വെടിയേറ്റ് കുഞ്ഞിന്റെ മസ്തിഷ്കത്തിൽ തകരാറുകൾ ഉണ്ടായിട്ടുണ്ട്. വടക്കൻ ലണ്ടനിലെ 2 ടർക്കിഷ് അധോലോക സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ തുടർച്ചയായിരുന്നു ആസൂത്രിതമായി നടത്തിയ ഈ ആക്രമണം എന്നാണ് പോലീസ് പറയുന്നത്. 6 വെടിയുണ്ടകളായിരുന്നു അക്രമി തന്റെ എതിരാളികൾക്ക് നേരെ ഉതിർത്തത്. അതിലൊന്ന് ഉന്നം തെറ്റി ഈ കുരുന്നിന്റെ ശിരസിലേൽക്കുകയായിരുന്നു. സംഭവം നടന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും അക്രമിയെ പിടികൂടാനായിട്ടില്ല എന്നതാണ് ഏവരെയും ഞെട്ടിക്കുന്നത്. അക്രമിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നവർക്ക് പോലീസ് 15,000 പൗണ്ടിന്റെ സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ പ്രതീക്ഷകളെ അപ്പാടെ തകർത്തു കളഞ്ഞ ഈ ആകസ്മിക ദുരന്തത്തെക്കുറിച്ച് കുട്ടിയുടെ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം ITVയോട് സംസാരിച്ചു. തങ്ങളുടെ ജീവിതം താറുമാറായി എന്നും അതിനി ഒരിക്കലും പഴയ നിലയിലാക്കാൻ സാധിക്കില്ല എന്നായിരുന്നു കുട്ടിയുടെ പിതാവ് പറഞ്ഞത്. ഒരിക്കൽ വളരെ ഊർജ്ജസ്വലയായിരുന്നു മകൾ. ഒരു കാലത്ത് കൊയർ, ജിംനാസ്റ്റിക്, ഫെൻസിംഗ്, നീന്തൽ തുടങ്ങിയവയിൽ സജീവമായിരുന്നു എന്ന് മാതാപിതാക്കൾ പറയുന്നു. എന്നാൽ ഇപ്പോൾ നടക്കുവാനോ സംസാരിക്കുവാനോ കഴിയാത്ത അവസ്ഥയിലാണ് ഈ കുരുന്നെന്നും അവർ പറഞ്ഞു. പെട്ടെന്ന് എന്തോ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടെന്നും റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്നവർ ഒളിക്കാൻ ശ്രമിക്കുന്നത് കാണാമായിരുന്നു എന്നും കുട്ടിയുടെ അമ്മ പറഞ്ഞു. തങ്ങളും ഒളിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു മകൾക്ക് വെടിയേറ്റതെന്നും അവർ പറയുന്നു. ഈ കുടുംബം ഇരുന്ന മേശയുടെ തൊട്ടടുത്ത മേശയിൽ ഇരുന്ന 3 പേരായിരുന്നു ഇരയുടെ ലക്ഷ്യം എന്നാണ് കരുതപ്പെടുന്നത്. കുപ്രസിദ്ധമായ ഹാക്നി ടർക്കിഷ് ഗ്യാങ്ങുമായി ബന്ധമുള്ളവരാണിവർ. ഇവർക്ക് 3 പേർക്കും ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ഇവരെ റോയൽ ലണ്ടൻ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഏറെ നാളുകളായി പെൺകുട്ടിയും ഇത്തരത്തിൽ ഇന്റൻസീവ് കെയറിൽ ചികിത്സയിലായിരുന്നു. ആക്രമണത്തിന്റെ ആസൂത്രകരിൽ ഒരാളും ഒരു ഡ്രൈവറും ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായെങ്കിലും വെടിയുതിർത്ത വ്യക്തിയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. എന്തായാലും കടുത്ത വേദനയിലാണ് പെൺകുട്ടിയുടെ കുടുംബം. മറ്റു 3 പേരെ ലക്ഷ്യം വെച്ചെത്തിയ വെടിയുണ്ടയാണ് പെൺകുട്ടിയുടെ തലയിലേക്ക് തുളച്ചു കയറിയത്. അതേസമയം പെൺകുട്ടിയുടെ ആരോഗ്യാവസ്ഥ ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണെന്നാണ് വീട്ടുകാരും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പ്രതിക്കായുള്ള അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുണ്ട് എന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു.